അപ്പോൾ സൗത്ത് ഗോവയിലെ മഡ്ഗാവിലെ ഒരു സിറ്റിയാണ് നമ്മളുടെ നവേലി. എല്ലാ വർഷവും ഏതാണ്ട് നവംബർ ലാസ്റ്റ് വീക്കിലാണ് ഈ ഫെസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മൾ ഈ ചർച്ചിനെ പറ്റി പറയുവാണെങ്കിൽ 1874 പണി കഴിപ്പിച്ച ഗോവയിലെ ഓൾഡസ്റ്റ് ചർച്ചുകളിൽ ഒരു ചർച്ചാണ് നമ്മളുടെ നവേലിയും ചർച്ച്. ഗോവ എത്രത്തോളം ബീച്ചുകൾക്ക് വേണ്ടി ഫേമസ് ആണോ അത്രത്തോളം തന്നെ ഇവിടുത്തെ ചർച്ചുകളുടെ പേരിലും ഫേമസ് ആണ് കേട്ടോ. അപ്പോ നമ്മളുടെ ഈ ചർച്ചിന്റെ പേര് എന്ന് പറയുന്നത് അവർ ലേഡി ഓഫ് റോസറി ചർച്ച് എന്നാണ്. ഈ ചർച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉയരവും പിന്നെ ഗ്ലാസ് കൊണ്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിൻഡോയും ഒക്കെ ഉണ്ട്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള അതിന്റെ ആർക്കിടെക്ചർ കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളി തന്നെയാണ് നമ്മളുടെ നവേലിയും ചർച്ച്. അപ്പോൾ ഇപ്പോൾ ചർച്ച് ഈ സമയത്ത് തുറന്നിട്ടുണ്ടായിരുന്നില്ല അകത്തേക്ക്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ കൂടുതൽ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി വരുമ്പോൾ ഞങ്ങൾ അതൊരു ദിവസം എടുക്കാട്ടോ. ഇപ്പൊ അവിടെ ജിത്തു മാതാവിനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഈ നവേലിയും ഫെസ്റ്റിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു വലിയ പ്രൊസഷൻ ഘോഷയാത്രയോട് കൂടിയാണ് കേട്ടോ. നല്ല മ്യൂസിക്കും ഡാൻസും പിന്നെ ട്രഡീഷണൽ ഗോവൻ ഫുഡൊക്കെ ആയിട്ട് ആണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ അതൊരു വീക്ക് ഉണ്ടാവും, അതിന്റെ ഫെസ്റ്റ് ഒരു വീക്ക് ഉണ്ടാവും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവയിലെ സ്ട്രോങ് ആയിട്ടുള്ള കാത്തലിക് ട്രഡീഷനും പിന്നെ ഇവിടുത്തെ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജും ഒക്കെയാണ് നമ്മുടെ ഈ ഫെസ്റ്റ് വഴി നമുക്ക് കാട്ടുന്നത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ ഗോവയിലെ ഇങ്ങനെയുള്ള കൾച്ചറൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഫെസ്റ്റ് മിസ് ചെയ്യരുത് കേട്ടോ, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യണം. ഇനി ആരെങ്കിലൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ എക്സ്പീരിയൻസും കമന്റ് വഴി പറയണം കേട്ടോ. അപ്പോൾ ചർച്ച് തുറക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ഇത് കാണാനായിട്ട് ഫെസ്റ്റിലെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പൊ ഇവിടെ ഇതേപോലെയുള്ള കുറെ ഇങ്ങനെയുള്ള വഴിയോര കച്ചവടക്കാരും ഒക്കെ വന്നിട്ടാണ് ഫെസ്റ്റ് ഇങ്ങനെ ഗംഭീരാക്കുന്നത്. നിറച്ച ആൾക്കാരായിരിക്കും കേട്ടോ, എല്ലാവരും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസും എല്ലാവരും ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ എനിക്ക് ഈ കമ്മല് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ച ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ കമ്മല് വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഇവിടെ നിൽക്കാണ്. ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ സ്ഥലം ആരെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് മഡ്ഗാവില് നവേലിം എന്ന് പറയുന്ന വില്ലേജ് ആണ്. നവേലിം അവിടെയാണ് ഈ ചർച്ച് ഉള്ളത്. നമ്മുടെ മെയിൻ സിറ്റി തന്നെയാണ്. ഈ നവേലിം എന്ന് പറയുന്നത് നമ്മൾക്കൊരു എന്താ പറയാ ഗ്രോയിങ് സിറ്റിയാണ് കേട്ടോ, നല്ല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റിയാണത്. ഞങ്ങളിപ്പോ ഏതാണ്ട് ഒരു സമയം 8 മണിക്കൊക്കെയാണ് ഇവിടെ എത്തിയത്. അപ്പോഴും നിങ്ങൾക്ക് തിരക്ക് കണ്ടാൽ മനസ്സിലാവും, കുറച്ചും കൂടെ കഴിയുമ്പോൾ തന്നെ തിരക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. നമ്മളുടെയൊക്കെ നാട്ടില് ഉത്സവങ്ങളൊക്കെ ഉള്ള പോലെ ഫേമസ് ആയിട്ടുള്ള ഉത്സവങ്ങൾ പാടത്തൊക്കെ നിറച്ച് തിരക്കുണ്ടാവാറില്ലേ, അതേപോലത്തെ ഒക്കെ തന്നെ തിരക്കായിരുന്നു ഇവിടെ. ഗോപി മഞ്ചൂരിയന്റെ സ്റ്റാളായത്. ഇത് കണ്ടോ, മനസ്സിലായില്ലേ ഇവിടുത്തെ തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന്. ഇതിന്റെ ഉള്ളിലേക്കൊക്കെ നിറച്ച് കടകളാണ് കേട്ടോ. ഞങ്ങളിപ്പോ അവിടെ കേറാൻ പോകുന്നേ ഉള്ളൂ. ഇതിപ്പോ അതിന്റെ വഴി മാത്രമാണ്, ഉള്ളിലേക്ക് നിറച്ച് കടകളാണ്. ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു വേനൽ സമയത്തൊക്കെ അതായത് ഒരു ഏപ്രിൽ ടു ഒക്ടോബർ നവംബർ എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇതേപോലെയുള്ള ഫെസ്റ്റുകൾ എപ്പോഴും നടക്കും.
സമ്മർ സീസണിൽ കൂടുതലായിരിക്കും ഇതേപോലുള്ള ഫെസ്റ്റുകൾ. എല്ലായിടത്തും ഇതേപോലെ എല്ലാ ചർച്ചുകളിലാണെങ്കിലും അല്ലാണ്ട് തന്നെ പബ്ലിക് ആയിട്ടുള്ള വല്ല പ്ലേസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇവരിങ്ങനെ സ്റ്റോളൊക്കെ ഇട്ട് ഇങ്ങനത്തെയൊക്കെ സ്റ്റോളൊക്കെ ഇട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞങ്ങൾ ഇടക്കിടക്ക് പോവാറുണ്ട്. ഒന്നും വാങ്ങിക്കാനൊന്നും അല്ല, വാങ്ങിക്കൊന്നുമില്ല, ജസ്റ്റ് കറങ്ങി നടക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടെങ്കിലൊക്കെ ടേസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ചേട്ടന്മാർ ഇവിടെ ഇരുന്ന് ടാറ്റു അടിക്കാൻ കേട്ടോ, ടാറ്റു അടിച്ചു കൊടുക്കാണ്. ഞങ്ങൾക്ക് അടിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്താ പറയാ, പേടിയാണ്, അതുകൊണ്ട് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല അടിക്കാനായിട്ട്. പിന്നെ ഇങ്ങനെയൊക്കെ അടിക്കുന്നത് അത്രയ്ക്ക് സേഫ്റ്റി ആയിരിക്കില്ല കേട്ടോ, ഇവിടേക്ക് ഇരുന്ന് അടിക്കുന്നത്. അതിൻ്റെതായ സ്റ്റുഡിയോസ് ഉണ്ട്, അപ്പം നിങ്ങൾക്ക് അവിടെയൊക്കെ പോയിട്ട് അടിക്കാം. അത് കണ്ടോ, ജെയിന്റ് വീലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ ആകെ കാണാനായിട്ട്. ഇതേപോലെയുള്ള ഡ്രസ് ഷോപ്പുകളൊക്കെ ഇവിടെ കുറേ ഉണ്ടാവും. ഷോപ്പല്ല, ഇങ്ങനെയുള്ള സ്റ്റാളുകൾ കുറേ ഉണ്ടാവും. ഏതെടുത്താലും 100 എന്നൊക്കെയാണ്. പക്ഷേ ക്വാളിറ്റി ഒട്ടും കൊള്ളില്ല കേട്ടോ. നമുക്ക് 100 രൂപേനെ എടുക്കാൻ തോന്നില്ല, കാരണം അതിന്റെ മെറ്റീരിയൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് സെക്കൻഡ് ഹാൻഡ് ആണെന്ന്. അന്ന് അത് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും കുറച്ചെങ്കിലും വൃത്തിയുള്ള അങ്ങനെ എടുത്തേ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒട്ടും ഇതില്ലാതെ, ക്വാളിറ്റി ഇല്ലാണ്ട് നരച്ച പോലത്തെ ഡ്രസ്സുകളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാനും ഒന്നും വാങ്ങിയില്ല. ഇതേപോലുള്ള കാർപ്പറ്റ് ഒക്കെ വാങ്ങിക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, അവിടെയൊക്കെ നല്ല ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ഫുൾ കടകളായോണ്ട് എങ്ങോട്ട് നീങ്ങണം എന്നാക്കി കൺഫ്യൂഷനാണ്. നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ സ്റ്റാളുകളൊക്കെ ഇടുമ്പോൾ നിങ്ങൾ പോവാറുണ്ടോ? എന്നിട്ട് അവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ടോ? ഇതിന്റെ ഉള്ളിലായിട്ട് ഇത് കണ്ടോ, നിറച്ച് ഇതേപോലുള്ള ഫുഡ് സ്റ്റാളുകളും ഉണ്ട്. മെയിൻ താരങ്ങൾ എന്ന് പറയുന്നത് ഗോപി മഞ്ചൂരിയനും പിന്നെ പൊട്ടറ്റോ ചിപ്സും ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആയിരിക്കും കേട്ടോ. ഞങ്ങളും ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കട അന്വേഷിച്ച് നടക്കുകയാണ്. കാരണം എല്ലായിടത്തും ഭയങ്കര തിരക്ക്. ഞങ്ങൾക്കാണെങ്കിൽ ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ചിട്ടേ നടന്ന് നടന്ന് കാലഴിച്ചു. അപ്പൊ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാന്ന് വിചാരിച്ച് നടക്കുകയാണ്. ഇത് കണ്ടോ, ഏതെടുത്താലും 10 രൂപ സ്റ്റോളൊക്കെയാണ്. അപ്പൊ ഇവിടെ ജിത്തുന് എന്തുവാ മൊബൈലിന്റെ ഗോറില്ല ഗ്ലാസ് മാറ്റണമായിരുന്നു. അപ്പോ ഇവിടെ കയറി അത് മാറ്റാണ്.
ഞങ്ങളപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഗോവ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയണ ആരും ഒരു ജൂൺ ടു ഏതാണ് ഒരു സെപ്റ്റംബർ ആ മാസങ്ങൾ ആരും തിരഞ്ഞെടുക്കരുത് കേട്ടോ. കാരണം ഫുൾ മഴയായിരിക്കും. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയാണ് ഇവിടെയും, ഡെയിലി മഴയായിരിക്കും. അതുകൊണ്ട് ആ ഒരു മാസം അവോയ്ഡ് ചെയ്തിട്ട് നിങ്ങൾ പരമാവധി ഡിസംബറിൽ തന്നെ വരാൻ നോക്കുക. അപ്പോഴായിരിക്കുള്ളൂ എല്ലാ ഇതും തുടങ്ങുന്നത്, എല്ലാ ആക്ടിവിറ്റീസ്. ഇവിടെ ഗോവയുടെ പീക്ക് ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മറിലും വരാം. അപ്പോൾ തിരക്കൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് എല്ലായിടത്തും എല്ലാ വാട്ടർ സ്പോർട്ടുകളൊക്കെ നിങ്ങൾക്ക് റീസണബിൾ റേറ്റിലൊക്കെ കിട്ടും. ഈ ഒരു ഡിസംബർ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് എല്ലാ ആക്ടിവിറ്റീസും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. നിങ്ങളിപ്പോൾ ബീച്ചിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ വാട്ടർ സ്പോർട്സും അതൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. റൂംസ് ആണെങ്കിലൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പക്ഷേ കാണേണ്ട ടൈം ആ ഒരു ഡിസംബർ ടൈം തന്നെയാണ്. പിന്നെ ഒരുമിക്കൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നത് കുട്ടികളുടെയൊക്കെ ലീവും ഒക്കെ നോക്കിയിട്ടായിരിക്കും, സ്കൂള് ലീവ്. അപ്പോൾ എന്തായാലും ഒരു ഏപ്രിൽ ആ ഒരു ടൈമിലായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ടൈം എടുക്കുന്നത് നല്ലതാണ്. എല്ലാം റീസണബിൾ റേറ്റ് ആയിരിക്കുള്ളൂ. കണ്ടോ, കോസ്മെറ്റിക്സിന്റെ കടയാണിത്. ആ ചേട്ടന്റെ കട ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ തൂക്കിയിട്ടിരിക്കുന്ന സാധനം ശ്രദ്ധിച്ചോ? ഇതാണ് നമ്മളുടെ ലഡു അല്ലെ, നാട്ടിലെ ലഡു ആണിത്. അത് 2 തരം കളറിലാണ്, യെല്ലോയിലും ഓറഞ്ചിലും ആണ്. അപ്പോൾ ഇവിടുത്തെ പെരുന്നാളുകളും ഇതുപോലുള്ള ഫെസ്റ്റുകളൊക്കെ വരുമ്പോൾ മാത്രം വിൽക്കുന്ന ഒരു സാധനമാണ് ഇത്. അല്ലാണ്ട് ഞാൻ ഒരു ബേക്കറിയിൽ ഇതേപോലത്തെ ലഡു ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ പെരുന്നാളൊക്കെ വരുമ്പോൾ എല്ലായിടത്തും ഇതുണ്ടാവും. അത് ആൾക്കാർ എപ്പോഴും ഭയങ്കര, എനിക്ക് തോന്നുന്നു ഇങ്ങനെ നമ്മൾ ഒരു പ്രസാദം പോലെയൊക്കെ കൊടുക്കില്ലേ, പൊരിയൊക്കെ കൊടുക്കില്ലേ നമ്മുടെ എവിടെയാ പള്ളികളിലൊക്കെ, പിന്നെ ഉത്സവങ്ങളിലൊക്കെ പൊരിയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലും ഷോപ്പുകളിൽ കാണുന്നത്. ആ ഒരു ഉത്സവ സമയത്തെ ഭക്ഷണം, ആ ഒരു ഫുഡ് എന്ന ആ ഒരു പലഹാരം ആയിട്ട്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നണം അതേപോലെ ആ ലഡു ആണെന്ന് തോന്നിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ നവേലിയും ഫെസ്റ്റ് വിശേഷങ്ങള്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഇതൊരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്, അൽബേക്ക് എന്ന് പറയുന്നത്. അവിടെ കയറി. ഇത് നവേലി തന്നെ ഉള്ളതാണ് ഈ റെസ്റ്റോറൻറ്റ്. ഞങ്ങളങ്ങനെ ഭക്ഷണവും കഴിച്ചു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണേ സബ്സ്ക്രൈബ് ചെയ്യാൻ.